നിങ്ങൾ നോക്കി എത്ര ഉണ്ട്? 7. 7.5. 7.5. ആ ചെറുങ്ങോട്ട് പറഞ്ഞേ. അതല്ല, അത് അതിന് നിങ്ങൾ കൊടുത്തേ. എത്ര ഉണ്ടോ? 8. 8. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നാട്ടുകാർക്കൊക്കെ നിങ്ങളെ പറ്റി വലിയ മതിപ്പാണല്ലോ. 2.5. തേക്കൊക്കെ ഇപ്പോ സുലഭമായിട്ട് കിട്ടാനുണ്ടോ? ഗവൺമെന്റിന്റെ ഈ പുതിയ ഫോറസ്റ്റ് നിയമപ്രകാരം 6. നേര് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്നോട് കാശ് വാങ്ങിച്ചോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ തേങ്ങ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോ ഞാൻ കയറി തടസ്സം നിൽക്കുക. വിഡ്ഢിയല്ലേ ഞാൻ? അച്ഛൻ, അമ്മ, മകൻ, മകൾ, നിങ്ങളെല്ലാം സ്വന്തക്കാര്. അതിൻ്റെ ഇടയിൽ എനിക്കെന്ത് കാര്യം? എന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ അവർ വക്കീലിനെ വെച്ചത്. മിസ്റ്റർ പ്രഭാകരൻ എന്നോട് ക്ഷമിക്കണം. അന്ന് പറഞ്ഞതുപോലെ ഒരു കോംപ്രമൈസ് അല്ലേ നമുക്ക് നല്ലത്? 50,000 ഒന്നും എനിക്ക് വേണ്ട. സ്കൂള് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കവിടെ ജോലി തന്നാൽ മതി. അത് മാത്രം മതി. അവർ സമ്മതിച്ചോ? അവരെപ്പോഴേ റെഡിയല്ലേ? എനിക്കും കേസ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അറിയാം. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മനസ്സ് കിടന്ന് നീറുകയായിരുന്നു. സ്വന്തം സഹോദരനെയും സഹോദരിയെയും തമ്മിലടിപ്പിക്കുന്ന ദ്രോഹിയല്ലേടാ താൻ എന്ന് എന്റെ മനസാക്ഷി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നന്നായി, വളരെ നന്നായി. അപ്പൊ എന്റെ വക്കീലിനെ വിളിച്ച് വിവരം പറയാം. വക്കീലും കിക്കലൊന്നും ആവശ്യമില്ല. നമുക്ക് സംസാരിക്കാം. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ ഉറപ്പിക്കാം. അവരോട് കുറച്ച് സിമ്പതി കാണിക്കണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏതായാലും ഒരു ടെൻഷൻ മാറി കിട്ടി. അതെ. മാഷിന് തിരക്കുണ്ടോ? ഒരു തിരക്കില്ല. നമുക്കൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് വിശദമായി സംസാരിക്കാം അല്ലേ? എത്ര വേണമെങ്കിലും സംസാരിക്കാം. മനുഷ്യനും മനുഷ്യനും തമ്മിൽ മനുഷ്യത്വം കാണിച്ചില്ലേ പിന്നെ എന്തിനു കൊള്ളാം? 3 കൊല്ലം മുമ്പാ ഞാൻ അവസാനമായിട്ട് കുടിച്ചത്. അതിതുപോലെ സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ട്. കിട്ടും ഉറപ്പായ ഒരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പായ ദിവസം ഈ മൂക്കറ്റ പട്ടയടിച്ചു. നേര് പറയാലോ, പണക്കാര് കുടിച്ചു മതിക്കുന്ന ഇതുപോലുള്ള ഒരു ബാറിൽ ഞാൻ ആദ്യമായിട്ട് കയറുക. എന്ത് പതുക്കെ? സന്തോഷം വന്നാൽ എന്റെ ഒച്ച പൊങ്ങും. കുടിച്ചാ ഞാനുണ്ടല്ലോ ഭയങ്കര ഫ്രാങ്ക. ഉള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളതുപോലെ അങ്ങ് പറയും. സാറി കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ലേ ഞാൻ തെണ്ടിപ്പോയേനെ. സാറിന് അറിയോ, ആ സ്ത്രീയെ നിങ്ങളുടെ അച്ഛൻ കല്യാണം കഴിച്ചതിന് രേഖയില്ല. പിന്നെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛന്റെ മകളൊന്നും അല്ല. എങ്ങനെ? സാറൊരു വലിയ മനുഷ്യൻ. സാറിനോട് സത്യം പറഞ്ഞില്ലേ ദൈവം എന്നെ ശിക്ഷിക്കും. എനിക്ക് ഇനിയും കുടിക്കണം. പക്ഷെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം സാറേ. പാവങ്ങളെ നമ്മൾ ഒരിക്കലും കൈവെടിയാൻ പാടില്ല. അപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിക്കും. അതുകൊണ്ടാ. മാഷ് ഇങ്ങനെ പറഞ്ഞതൊക്കെ നേരാ. ഞങ്ങൾ കാരണം മാഷക്ക് ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ല എന്ന് മാഷ് ചോദിച്ചു. പറയാൻ നിവൃത്തിയില്ലാത്ത കാര്യമായതുകൊണ്ടാ പറയാതിരുന്നത്. ഒരു കാര്യം മാഷോട് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. എന്റെ മോളിത് അറിയാനിടയാവരുത്. ചെറുപ്പം മുതലേ അവളെ അച്ഛാന്ന് വിളിച്ചയാൾ ശരിക്കും അച്ഛനായിരുന്നില്ല എന്നവൾ അറിയേണ്ടി വരുമ്പോ എന്റെ മോക്കത് താങ്ങാനാവില്ല. അപ്പോ ഈ ഒരു അപേക്ഷ ദയവ് ചെയ്ത് മാഷ തള്ളിക്കളയരുത്. ഞങ്ങളോട് ഒരു കടപ്പാടിന്റെ ആവശ്യം മാഷിനില്ല എന്നറിയാം. എങ്കിലും മാഷയുടെ അമ്മയെപ്പോലൊരു സ്ത്രീയാണ് ഞാനെന്ന് കരുതിയിട്ടെങ്കിലും
ഞാൻ വീട്ടിൽ പോയിരുന്നു. കാലത്ത് തന്നെ അവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. കുടിച്ച ബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊന്നും സാരമില്ല. അതല്ല, ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. ഏത്? അല്ല, സ്വത്തും പണവും ഒന്നുമല്ല കാര്യം. എഴുത്തച്ഛന്റെ മകളെന്ന് അറിഞ്ഞാൽ ആ കുട്ടി ആകെ തകർന്നു പോകും. സ്കൂൾ തുടങ്ങിയില്ലേലും എനിക്ക് ജോലി കിട്ടിയില്ലേലും ഒന്നും പ്രശ്നമല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരോടും പറയരുത്. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഒരു ശല്യത്തിനും ഞാൻ വരില്ല. കോടതിയിൽ ഇത് ദയവ് ചെയ്ത് വെളിപ്പെടുത്തരുത്. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഒരിക്കലും ഇത് വെളിപ്പെടുത്തരുത്. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്. അധ്യയന വർഷം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ തന്നെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്ത് തരേണ്ടതാണ്. സ്കൂളിൽ പുതിയതായി ചേർന്നിട്ടുള്ള കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാവാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഈ കേസിന്റെ അടിസ്ഥാനം തന്നെ ഇറങ്ങിപ്പോകുന്ന ചില വസ്തുതകൾ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുകയാണ്. എന്റെ കക്ഷിയുടെ അച്ഛൻ നിയമപ്രകാരം കല്യാണം കഴിച്ച സ്ത്രീയാണ് ഒന്നാം എതിർകക്ഷി എന്ന നിലയ്ക്കാണ് ഈ പാർട്ടീഷൻ കേസ് കോടതിയിലെത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു കല്യാണമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാം എതിർകക്ഷി എന്റെ കക്ഷിയുടെ അച്ഛന്റെ ഒരു വെപ്പാട്ടി മാത്രമായിരുന്നു. 1976 അമെന്റ്മെന്റ് പ്രകാരം ഇല്ലെജിറ്റിമേറ്റ് ആയ മകൾക്കും അച്ഛന്റെ സ്വത്തിൽ അവകാശമുണ്ടല്ലോ. പക്ഷെ ഈ കേസിലെ സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാം എതിർകക്ഷിയായ ഭാനുമതി എന്റെ കക്ഷി പ്രഭാകരന്റെ അച്ഛൻ മാധവൻ എഴുത്തച്ഛന്റെ മകളെ അല്ല എന്നുള്ളതാണ്. ശാരദാമ്മയുടെ ജാരസന്തതിയാണ് മാധവൻ എഴുത്തച്ഛന്റെ സ്വത്തിന് ഇപ്പൊ അവകാശം ഉന്നയിക്കുന്നത്. എന്റെ കക്ഷിയുടെ അറിവിലല്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. മാധവൻ എഴുത്തച്ഛൻ ദൂരെ എങ്ങോട്ടുള്ള സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഈ ബന്ധം ഉണ്ടായതത്രേ. എന്തായാലും നിയമപരമായി എഴുത്തച്ഛന്റെ എല്ലാ സ്വത്തുക്കൾക്കുമുള്ള ഒരേ ഒരു അവകാശി എന്റെ കക്ഷി പ്രഭാകരൻ മാത്രമാണെന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട കോടതി അറിയിക്കുകയാണ്. എന്ത് പോക്കൃത്തരാണോ താൻ കാണിച്ചത്? താൻ മുഖാന്തരം മാത്രമേ ഈ വിവരം പുറത്താകാൻ വഴിയുള്ളൂ അല്ലേ? പറയണോ? വക്കീലെ, ഞാൻ അന്യായക്കാരൻ പോലും എഴുത്തച്ഛന്റെ ഭാര്യയും മകളുമാണെന്ന് അംഗീകരിച്ച് അവരെ താൻ തെറ്റിച്ചില്ലേ? അവർക്കിനി സ്കൂളും ഇല്ല, പറമ്പും ഇല്ല, കയറി കിടക്കാൻ വീട് പോലും കിട്ടില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് വക്കീലെ. ഒരു ചുക്കെന്താ പറയണ്ട. ഇനി എങ്ങനെ എന്റെ വീട്ടു പഠിക്കാൻ തന്നെ കണ്ടാണ്ടല്ലോ ദ്രോഹി.